വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് നിലവിൽ 22 അനുമതികൾ ആവശ്യമാണെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാദം വസ്തുതാവിരുദ്ധം. ഒട്ടേറെ നിയമങ്ങൾ ഭേദഗതി ചെയ്തും കെ-സ്വിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയും ലൈസൻസ് നടപടികൾ ഇടതു സർക്കാർ ലഘൂകരിച്ചിരുന്നു. ഇക്കാര്യം കേരളത്തിലെ വ്യവസായ പ്രമുഖർ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇപ്പോഴും നമ്മൾ സിംഗിൾ വിൻഡോ എന്ന് വെറുതെ പറയുക. ഒരു സിംഗിൾ വിൻഡോയും ഇല്ല. ഒരാൾക്ക് ബിസിനസ് തുടങ്ങണമെങ്കിൽ 22 അപ്രൂവൽ വേണം. എവിടെ സിംഗിൾ വിൻഡോ? പക്ഷേ ഇനി ഉണ്ടാവും. ഞങ്ങളെല്ലാ 22 നിയമങ്ങൾ അമെൻഡ് ചെയ്ത് ഒരു സിംഗിൾ ലെജിസ്ലേഷൻ വരികയാണ് കേരളത്തിൽ. 1 അപ്രൂവൽ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയ പ്രസംഗമാണിത്. കേരളത്തിൽ ഒരു വ്യവസായം ആരംഭിക്കണമെങ്കിൽ നിലവിൽ 22 അനുമതികൾ ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി. അതും മാറ്റും, സിംഗിൾ വിൻഡോ സിസ്റ്റം UDF കൊണ്ടുവരും. ഇതാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. മറ്റു പലതിലും എന്ന പോലെ ഇതിലും സതീശൻ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണെന്ന് ഈ രംഗത്തുള്ള എല്ലാവർക്കും അറിയാം. ഇതിനകം തന്നെ കെ-സ്വിഫ്റ്റ് എന്നൊരു ഏകജാലക സംവിധാനം കേരളത്തിലുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, തദ്ദേശ സ്ഥാപനങ്ങൾ, തൊഴിൽ വകുപ്പ്, വൈദ്യുതി, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, വാട്ടർ അതോറിറ്റി, ഭൂജല വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, വനം വകുപ്പ് എന്നിങ്ങനെ 20ഓളം വകുപ്പുകളെ കോർത്തിണക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണിത്. LDF സർക്കാർ കൊണ്ടുവന്ന ഒരപേക്ഷ നൽകിയാൽ മണിക്കൂറുകൾക്കകം ലൈസൻസ് ലഭ്യമാക്കുന്ന വൻ പദ്ധതി. ഒട്ടേറെ സംരംഭകർ ഇതിന്റെ ഗുണഭോക്താക്കളായി കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കുകയോ നിലവിലുള്ളവ വിപുലീകരിക്കുകയോ ചെയ്തു. അതിലൊരാളാണ് ബ്രാഹ്മിൻസ് ഫുഡ് പ്രൊഡക്ട്സ് ഉടമ ശ്രീനാഥ് വിഷ്ണു. പി രാജീവ് വ്യവസായ മന്ത്രിയായിരിക്കെ അപേക്ഷ നൽകി ഒറ്റ ദിവസം കൊണ്ട് ലൈസൻസ് ലഭിച്ച അനുഭവം അദ്ദേഹം ഒരു ചടങ്ങിൽ വിശദീകരിച്ചിരുന്നു. I still remember the government of Kerala introduced K-SWIFT, Kerala Single Window Clearance System. So we were one of the initial users of that system. I still remember that day we were applying for a breakfast food processing facility. Just came back and they told, sir, we got the deemed license. I couldn't believe. Immediately I called CII. Can you check, is it the original license or not? Even for the last 3 years we have been running that industry and we got all the permanent license now. ഒരു സംരംഭകന്റെ മാത്രം അനുഭവമല്ല ഇത്. ഇടത് സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഇത്തരം അനുഭവങ്ങൾ പൊതുവേദിയിൽ ആവേശത്തോടെ പങ്കുവച്ച നിരവധി നിക്ഷേപകരുണ്ട്. യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് മറ്റെല്ലാത്തിലുമെന്ന പോലെ ഇതിലും വി ഡി സതീശന്റെ വസ്തുതാവിരുദ്ധ നിലപാടും അവകാശവാദവും. കൈരളി ന്യൂസ്, കൊച്ചി.